Alhamdulillah. Alhamdulillahi Rabbil Alameen. Alhamdulillahi alladhi anzala minas samaa'i ma'an biqadar. Subhanahu ja'ala lana al-layla libasan wan-nawma subata wa ja'ala an-nahara nushura wa anzala lana biqudratihi minas samaa'i ma'an tahura. Nahmaduhu subhanahu bima huwa lahu ahlun min al-hamd ونثني عليه ونؤمن به ونتوكل عليه من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله خير مؤمن بالله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله بتقوى الله عز وجل جلاله فاتقوا الله حق تقاته تكونوا من الفائزين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون صدق الله العلي العظيم ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. നമ്മൾ മുഹറം മാസത്തിലേക്ക്, ഒരു പുതുവത്സരത്തിലെ ആദ്യത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് മുഹറം 5 നമ്മുടെ ഈ ടെറിട്ടറിയിലെ മാസപ്പിറ അനുസരിച്ച്. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച മുഹറം 10 ദിനമാണ്. ഐതിഹാസികമായ ചരിത്രത്തിൽ നിന്നും പ്രചോദനമായി, മർദ്ദിതന്റെ പ്രചോദനമായി നിലകൊള്ളുന്ന മർദ്ദക ഭരണകൂടങ്ങളുടെ നികൃഷ്ടതയോട് എന്നും പൊരുതിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയ ഒരു ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണ ദിനമാണ് മുഹറം 10. 3300 വർഷങ്ങൾക്കപ്പുറത്ത് മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, 2 പ്രവാചകന്മാർ നേതൃത്വം കൊടുത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് മർദ്ദക ഭരണകൂടത്തിന്റെ പീഡന പർവ്വങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അപാരമായ ഇടപെടലാൽ കടൽ പിളർത്തി നിർത്തിയിട്ട് ഉണങ്ങിയ വഴിയിലൂടെ കടലിന്റെ അടിത്തട്ടിയിലെ മണ്ണിൽ കാലുകൾ പതിപ്പിച്ച് നടന്നു കയറിയ ഒരു ജനത വിമോചനത്തിലേക്ക്. അതൊരു വല്ലാത്ത ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ അനുസ്മരണം എല്ലാ വർഷവും നിർബന്ധമായി നടക്കണം എന്ന് ഇസ്ലാം വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് മുഹറം 10, മുഹറം 9, 10 നാം സുന്നത്ത് നോമ്പെടുക്കുന്നത്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആമുഖത്തിൽ ഈ വിഷയം വീണ്ടും ഓർമ്മിപ്പിച്ചത് വിമോചനത്തെ കുറിച്ച ഇസ്ലാമിന്റെ ശരിയായ പാഠം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പഠിച്ചെടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. മനുഷ്യന്റെ വിമോചനം ഇസ്ലാമിന്റെ അജണ്ടയാണ്. മഹാരഥന്മാരായ പ്രവാചകന്മാർ കേവലം ആത്മീയ സാരോപദേശകരായിരുന്നില്ല. അവർ മനുഷ്യകുലത്തെ എല്ലാ ഇനം അടിമത്തത്തിൽ നിന്നും അധമത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. അപ്പോൾ ഇസ്ലാം വിഭാവന ചെയ്യുന്ന മനുഷ്യ വിമോചനത്തിന്റെ രീതിശാസ്ത്രം, പ്രവാചകന്മാർ ആ വിഷയത്തിൽ അനുവർത്തിച്ച സ്ട്രാറ്റജി എന്തെന്ന് പഠിച്ചെടുക്കാൻ ഈ മാസത്തിലെ വിമോചനവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ നമ്മെ ശരിയായി മനസ്സിലാക്കി തരേണ്ടതുണ്ട്. നമുക്കത് പഠിച്ചെടുക്കാൻ ബാധ്യതയുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഈ വിമോചന ചരിത്രത്തിലെ നായകൻ. ആ മഹാപ്രവാചകൻ എങ്ങനെയാണ് ആ സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി പണിയെടുത്തത് എന്ന് ഈജിപ്തിൽ വന്ന് അദ്ദേഹം നടത്തി വന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ അതിന്റെ ഒടുവിൽ സംഭവിച്ച മർദ്ദക ഭരണകൂടത്തിന്റെ നാശവും
മർദ്ദിത ജനതയുടെ വിമോചനവുമാകുന്ന ചരിത്രം വരെ എത്തി നിൽക്കുന്നു. ശേഷം 40 വർഷം അമരുപ്പറമ്പിൽ ജീവിച്ച കാലം എല്ലാം നമ്മുടെ മുമ്പിൽ പഠന വിഷയമായിട്ടുണ്ട്. വളരെ സവിസ്തരമായി ഖുർആന്റെ പ്രതിപാദനമുള്ള ഒരു മേഖലയാണ് ഇത്. അതിന്റെ തുടർച്ചയിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാർ, അതിലേറെ പ്രാധാന്യപൂർവ്വം നാം പഠിക്കുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മുഹറം ഹിജ്റയെ കൂടി അനുസ്മരിക്കുന്ന കാലമാണ്. ഹിജ്റ നടന്നത് മുഹറമിലല്ലെങ്കിലും ഹിജ്റ വർഷം എന്ന നിലക്ക് തുടക്കം മുഹറമായതുകൊണ്ട് ഹിജ്റയും അനുസ്മരിക്കപ്പെടാറുണ്ട്. ഹിജ്റ ഒരു വിമോചനത്തിന്റെ വഴിയായിരുന്നു. മക്കയിൽ മർദ്ദിതരായ ഒരു ജനത മദീനയിൽ അജയ്യരായിരുന്ന ഒരു കാലത്തെ ഹിജ്റ പഠിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തെ വിമോചനം, അതിന്റെ തുടർച്ചയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ വിമോചനം ഉൾപ്പെടെ വിമോചനത്തിന്റെ രീതിശാസ്ത്രം പഠിക്കുമ്പോൾ അതിലൊരു നല്ല ക്രമം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും ആ ക്രമം മറന്നുപോയവരാണ് മുസ്ലിം സമുദായം, അതിന്റെ ഊന്നലുകൾ മറന്നുപോയവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ ഇസ്രായേൽ സമുദായ വിമോചിതരായ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ്, ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, സമഗ്രാധിപത്യ പ്രവണത കാണിക്കുന്ന ഭരണകൂടത്തിന്റെ മർദ്ദക ഉപാധികളിൽ അതിന്റെ നുകത്തിന് കീഴിൽ വരിഞ്ഞു മുറുക്കപ്പെടുന്ന ഒരു മുസ്ലിം സമുദായത്തിന്റെ പ്രതീക്ഷയുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ. അത് ഫിർഔനിന്റെ പിടുത്തത്തിൽ നിന്ന് ആ ജനത മോചിതമായ ചരിത്രമാണ്. അതതിന്റെ മർമ്മമാണ്, അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ ക്ലൈമാക്സ് ആണ്. അതിന്റെ ഏറ്റവും അവസാനം സംഭവിക്കുന്ന ഏറ്റവും ആവേശകരമായ ചരിത്രമാണ്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തുടങ്ങുന്ന ഒരു തുടക്കമുണ്ട്. എല്ലാ പ്രവാചകന്മാരും തുടങ്ങിയ ഒരു തുടക്കം. മനുഷ്യ വിമോചനത്തിന്റെ മാർഗത്തിൽ പ്രവാചകന്മാർ ചെയ്തു വന്ന പ്രവർത്തനങ്ങളെ ഒന്നിനു പിറകെ ഒന്നായിട്ട് പഠിച്ചാൽ വിമോചന സങ്കല്പത്തിലെ ഇസ്ലാമിന്റെ പാഠം ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മർദ്ദിതർ വിമോചിതരാവുക എന്ന അവസാന ഘട്ടത്തിലെ പാഠം മാത്രമല്ല, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പാഠഭാഗങ്ങളിൽ വലിയ ഊന്നലുകൾ മനസ്സിലാക്കണം. ആ ഊന്നലുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ മുഹറം മാസത്തിൽ ഈ വിമോചനത്തിന്റെ പ്രവാചകന്മാരിലൂടെ നടന്ന വിമോചനത്തിന്റെ പാഠം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നാം എങ്ങനെ മുന്നോട്ട് പോകണം, നമുക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, മുസ്ലിം സമുദായം ഈ മുഹറമിന്റെ വിമോചനത്തെ ഉദ്ഘോഷിക്കാൻ അർഹരാണോ എന്ന സ്വയം വിമർശനത്തിന്റെ പാഠഭാഗത്തേക്ക് നാം എത്തിച്ചേരും. അങ്ങനെയുള്ള ഒരു പഠനം പുതിയ കാലത്ത് അനിവാര്യമാണ്. ഇസ്രായേൽ സമുദായത്തിന് വേണ്ടി ഫിറൗന്റെ മുഖത്ത് നോക്കിയിട്ട് സൂറ ത്വാഹ 47-ാം വചനത്തിൽ നാം കേട്ടതുപോലെ ഫഅർസിൽ മഅനാ ബനി ഇസ്രായേൽ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഫിറൗന്റെ മുഖത്ത് നോക്കിയിട്ട് മുസ്ലിം സമുദായമാകുന്ന ഇസ്രായേൽ സമുദായത്തെ നീ മർദ്ദിച്ച് അടിമകളാക്കി, പൗരത്വരഹിതരാക്കി, രാഷ്ട്രരഹിതരാക്കി, ചീപ്പസ്റ്റ് ലേബേഴ്സ് ആക്കി മാറ്റിയ ഇസ്രായേൽ സമുദായത്തെ ഞങ്ങളുടെ കൂടെ വിടണം. ഇനി നീ അവരുടെ കൈവെക്കരുത് എന്ന് ശബ്ദിച്ച സംസാരത്തിന്റെ ആ ഗൗരവം, അതിന്റെ ഗാംഭീര്യം, അന്നേ വരെ തിരുവായിക്ക് എതിർവായി കേട്ട് ശീലിക്കാത്ത ഫറോവയുടെ മുമ്പിൽ എതിർപ്പ് പ്രകടിപ്പിച്ച, മുഖത്ത് നോക്കിയിട്ട് എതിർപ്പിന്റെ സ്വരം പ്രകടിപ്പിച്ച ആ മൂസാ നബിയുടെ ശബ്ദത്തെ, അതിന്റെ ഗൗരവത്തിൽ നാം ഉൾക്കൊള്ളണം. അതാണ് വിമോചനത്തിന്റെ മർമ്മം. അതൊരു വല്ലാത്ത. പക്ഷെ വിമോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ സമുദായത്തിനകത്ത് യഥാർത്ഥത്തിൽ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഭാവന ചെയ്ത ഇസ്ലാമിന്റെ വിമോചന സങ്കല്പത്തിലെ എല്ലാ പ്രക്രിയകളും പൂർത്തീകരിക്കപ്പെട്ടിരുന്നോ, അതിനനുസൃതമായ സമുദായം മാറിയിരുന്നോ, വിമോചിതരായിരുന്നോ എന്നുകൂടി പഠിക്കുമ്പോൾ ചില നെഗറ്റീവുകൾ അല്ലെങ്കിൽ സമുദായത്തിന്റെ വിമർശനങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ആ വിമർശനങ്ങൾ ഖുർആൻ തന്നെ പറയുന്ന വിമർശനമാണ്. ഏതായിരുന്നു ഈ ഖൗമ്? നമ്മുടെ സമുദായത്തെ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് മൂസാ നബിയുടെ ഖൗമിനെ കുറിച്ചുള്ള പഠനം. അന്ന് ബനൂ സമുദായമാകുന്ന മുസ്ലിമീങ്ങളിൽ എന്തെല്ലാം ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം ഇസ്ലാമിക വിരുദ്ധമായ പ്രവണതകൾ ഉണ്ടായിരുന്നത് മുസ്ലിമീങ്ങളായിരിക്കെ തന്നെ, എങ്കിൽ അതേ സമാനമായതും അതിനേക്കാൾ അധികവും ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിലെ മുസ്ലിം സമുദായത്തിനകത്ത് കേരളത്തിൽ വരെ നമുക്ക് കാണാം. ആ സമുദായം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പ്രതീക്ഷ നൽകി വിമോചനത്തിന്റെ നിയുക്ത പ്രവാചകനായി വന്ന് സംസാരിക്കുമ്പോഴും അവർ അദ്ദേഹത്തോട് പറഞ്ഞത് നീ വന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടായില്ല എന്നാണ്. ഒരു പ്രവാചകനെ അത് വിട്ടിരിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൽ അമാനുഷിക ദൃഷ്ടാന്തമാകുന്ന വടിയുണ്ട്. അള്ളാഹ് കൂടെ ഉണ്ടെന്ന് ഈ പ്രവാചകന്മാരോട് പറഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് ആ പ്രവാചകൻ വന്നിട്ട് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഫിറഔന്റെ മുഖത്ത് നോക്കി പച്ചക്ക് ഒരു ഒളിയും മറയുമില്ലാതെ തീർത്തും പേർത്തും പറയുന്നത് കേൾക്കുമ്പോൾ ഈ സമുദായത്തിന് ധൈര്യം ഉണ്ടാവേണ്ടതാണ്, അവർക്ക് കരുത്ത് വർദ്ധിക്കേണ്ടതാണ്, അവർക്ക് ആവേശം ഉണ്ടാവേണ്ടതാണ്, അവർക്ക് ഈമാൻ ഉറപ്പിക്കേണ്ട, തെറ്റ് തിരുത്താൻ അവസരം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അവർ പറഞ്ഞ വർത്തമാന സൂറ അഹ്റാഫ് 129 വചനം, നീ വരുന്നതിന് മുമ്പും ഇപ്പൊ വന്ന ശേഷവും ഞങ്ങൾ അടികൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങൾ മർദ്ദിതരാണ്. നിരാശയുടെ വർത്തമാനമാണ് പറഞ്ഞത്. അവർക്ക് ശുഭപ്രതീക്ഷ ഉണ്ടായില്ല, ഈമാൻ ശുഭപ്രതീക്ഷ നൽകും, പക്ഷെ ഇവർക്ക് അത് കിട്ടിയില്ല. വീണ്ടും അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഇവരെ ഇങ്ങനെ കടൽ കടത്തി കൊണ്ടുപോകുമ്പോ ആ കടൽ കടന്ന ഒരു സമുദായം നോക്കി നിൽക്കെ മറുപക്ഷം ഈ ഫാഷിസ്റ്റ് സംവിധാനം മുങ്ങി താഴുന്ന കാഴ്ച മുഴുവൻ കണ്ട് അതിൽ ഒടുവിലത്തെ ആളും വെള്ളത്തിലേക്ക് അമർന്നു പോയ യാത്ര തുടരുമ്പോ അവിടെ ജീവിച്ചിരുന്ന ഒരു ഗോത്രവർഗം, ബഹുദൈവ ആരാധകരായ ഗോത്രവർഗത്തിന്റെ അടുത്തുകൂടി പോകുമ്പോ ആ ഗോത്രവർഗത്തിലെ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അക്കൂട്ടരെ കണ്ടപ്പോ ഇവര് മൂസാ നബിയോട് പറഞ്ഞത്രേ, ഏകദ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ വിളിക്കുന്ന മൂസയോട്, തൗഹീദിലേക്ക് മനുഷ്യരെ വിളിക്കുന്ന മൂസയോട്, തൗഹീദിനപ്പുറത്ത് ശിർക്കിന്റെ അംശലേശം കൊണ്ടു നടക്കാൻ പാടില്ലാത്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്നിരിക്കെ ഈ സമുദായം പറഞ്ഞ വർത്തമാനം സൂറ അഹ്റാഫ് വീണ്ടും 138 വചനം, ഇജ്അൽനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഇവർക്കൊക്കെ ദൈവങ്ങളുണ്ട് കണ്ടില്ലേ, ഞങ്ങൾക്കും വേണം ഒരു ദൈവം, ഞങ്ങൾക്കും അല്ലാഹ് പോരാ, ഞങ്ങൾക്ക് കണ്ട ഒരു ദൈവമാണ്, തൊടാനും പിടിക്കാനും മുത്താനും പോയി ഉരസാനും ചെന്നിരിക്കാനും നേർക്ക് നേരെ നോക്കിയും കണ്ടും പറയാനും ഒക്കെ ഞങ്ങൾക്കും വേണം പ്രതിഷ്ഠ എന്ന് സമുദായം പറഞ്ഞത്. ആ സമുദായത്തിന്റെ അകത്തെ കോലം ഇതൊക്കെയായിരുന്നു. കടൽ കടന്ന ശേഷം ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അകത്തെ സകല പേക്കോലങ്ങളെയും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. വീണ്ടും മൂന്നാമതായി ഖുർആൻ പഠിപ്പിക്കുന്നു, അങ്ങനെ കടൽ കടത്തി കൊണ്ടുപോയി മരുപ്പറമ്പിൽ നിർത്തിയിട്ട് അപ്പുറത്തുള്ള അർദുൽ മുഖദ്ദസ, ഷാം ദേശത്തിന്റെ ഫിലസ്തീന്റെ മണ്ണ് ചൂണ്ടിയിട്ട് പറഞ്ഞ നമുക്കുള്ള വാഗ്ദത്ത ഭൂമിയാണ്. അല്ലാഹ് ആ ഭൂമിയെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ വരണം, അവിടെയുള്ള ആളുകളെ, അതിക്രമകാരികളെ അവിടുന്ന് പുറത്താക്കണം, ആ ഭൂമിക്ക് അർഹരല്ല എന്ന് പറഞ്ഞപ്പോ ഇക്കൂട്ടർ പറഞ്ഞ വർത്തമാനം വീണ്ടും സൂറ മാഇദ 24 നീ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇരിക്കാം, ജയിച്ചിട്ട് പറയും അപ്പോൾ വരാനാ. ഇത്രയും ഈ ചെങ്കടലിൽ മുങ്ങിച്ചാകുന്ന കാഴ്ച കണ്ടിട്ടും ഈമാൻ ഉറക്കാത്ത, കണ്ണു തുറക്കാത്ത പോയ മുരട്ടൻ സമുദായത്തിലെ അംഗങ്ങൾ, അവരുടെ സംസാരത്തിന് സ്വരത്തിന് ഗാംഭീര്യം കൂടും. പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞുക. അപ്പൊ ആ സമുദായത്തിന്റെ കോല നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മുസ്ലിം സമുദായം ഇസ്ലാമുമായുള്ള ബന്ധം പേരിന് മാത്രമാണെന്നും അവർക്ക് പഥ്യം ആരാധനകളും ദിക്റും സ്വലാത്തും മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം അവർ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു പഠിക്കാൻ ഈ സംഭവം പഠിപ്പിക്കും, കൃത്യമായിട്ട് പഠിപ്പിക്കും. വീണ്ടും ഖുർആൻ പഠിപ്പിക്കുക. അങ്ങനെ അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇവരെ ഇവിടെ നിർത്തിയിട്ട് അവർക്ക് മഞ്ഞയും സെൽവയും കൊടുത്ത് മരുപ്പറമ്പിൽ ജീവിക്കുമ്പോ, മേഘങ്ങൾ തണലിട്ട് കൊടുത്തിട്ട് അവരുടെ സുഖമായി ജീവിക്കുമ്പോ തൗറാത്ത് വാങ്ങാൻ പോയി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. തൗറാത്ത് വാങ്ങാൻ നിശ്ചയിച്ച ദിവസങ്ങൾ അവിടെ അള്ളാന്റെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാം ഇരിക്കുമ്പോ അള്ളാഹ് പറഞ്ഞു, നീ പോണം, തിരിച്ചു പോയിക്കോ. 40 ദിവസം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. 40 ദിവസമായിരുന്നു നിശ്ചയ സമയം. പക്ഷെ അതിന് മുമ്പ് അള്ളാഹ് പറഞ്ഞു, നീ പോയിക്കൊള്ളണം. സാമിരി അവരെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ആ സമുദായത്തിനകത്ത് ഒരു സാമിരി, ഒരു പുരോഹിതൻ, ഒരു പണ്ഡിതവേഷം, അവൻ പശുക്കുട്ടി രൂപമുണ്ടാക്കി. ഏകവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മനുഷ്യരെ പിടിക്കുന്ന പ്രവാചകന്റെ അനുയായികളായി കടൽ കടന്നു വന്ന കൂട്ടർ അള്ളാഹു രാവിലെ വർഷിക്കുന്ന മന്നയും സെൽവയും കഴിച്ച് മരുപ്പറമ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കെ പോലും അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കി. അങ്ങനെ പശുപൂജ ആദ്യമായി ഭൂമിയിൽ തുടങ്ങി ഈ കൂട്ടർ. അതൊരു സമുദായമാണ് കൂട്ടരെ. എങ്കിൽ അത്തരം സകല ശിർക്കൻ സംവിധാനങ്ങളും ഈ സമുദായത്തിനകത്ത് അന്നുണ്ട്. എങ്കിൽ അതിന്റെ സകല രൂപങ്ങളും ഈ മുസ്ലിം സമുദായത്തിനുണ്ട്. അപ്പൊ നമ്മൾ വിമോചനത്തെ എങ്ങനെ പഠിക്കണം? കടലിൽ കടത്തി കൊണ്ടുപോകൽ മാത്രമായിരുന്നോ ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ വിമോചനം? അല്ല, അത് ഈ സമുദായത്തെ നിരന്തരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുക. മർദ്ദിതരായ ഒരു ജനതയെ വിമോചിക്കുന്നതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. തൗഹീദ് കളങ്കപ്പെടുത്തിയവനും ശിർക്കിന്റെ കൂടെ നിൽക്കുന്നവനും വിശ്വാസമില്ലാത്തവനും ഈ സമുദായത്തിൽ പേര് ചേർക്കപ്പെട്ട മുസ്ലിം നാമധാരി കാനേഷുമാരി കണക്കിലെ അംഗമുണ്ടാവും. പക്ഷേ ഇസ്ലാമിലെ വിമോചന സങ്കല്പത്തിൽ ഒരു മർദ്ദ ജനതയെ കടൽ കടത്തൽ മാത്രമല്ല,
മർദ്ദകന്റെ നാശവും മർദ്ദിതന്റെ വിജയവും മാത്രമല്ല, അതിനപ്പുറത്ത് ഇസ്ലാം തുടങ്ങുന്നത് മനുഷ്യനെ ശരിയായി വിമോചിപ്പിക്കേണ്ടുന്ന ഒന്നാമത് ഘട്ടം മുതൽ അവന്റെ നിലനിൽപ്പിനെ ആരും ചോദ്യം പറ്റാത്ത അവന്റെ അവകാശങ്ങൾ വകവെച്ച് കിട്ടുന്ന മണ്ണിൽ, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന സകല സംവിധാനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന വിമോചനത്തിന്റെ രണ്ട് അറ്റങ്ങളെയും ശരിക്കും പഠിപ്പിക്കും ഇസ്ലാം. അങ്ങനെയെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പഠിപ്പിച്ച ആ പാഠത്തെ ശരിയായി നാം പഠിക്കുക. അത് തന്നെയായിരുന്നു പ്രവാചക സങ്കല്പത്തിലെ വിമോചനം ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറ അംബിയായിലെ 92-ാം വചനം ഇസ്ലാമിന്റെ വിമോചന സങ്കല്പം പഠിപ്പിക്കുക ഖുർആൻ. നമ്മൾ ശരിക്കും ഈ പാഠം പഠിക്കണം. മുഹറം പഠിക്കുമ്പോൾ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങൾ ഈ മനുഷ്യരുണ്ടല്ലോ ഒറ്റ ഉമ്മത്താണ്, മനുഷ്യകുലം ഒന്നാണ്. ആ മനുഷ്യകുലത്തെ അടക്കി വാഴുന്ന, അവരെ കീഴ്പ്പെടുത്തുന്ന, അവരെ അടിമകളാക്കുന്ന, അവരെ വിധേയപ്പെടുത്തുന്ന, അവരുടെ മനസ്സിനെ ശരീരത്തിനും കീഴ്പ്പെടുത്തിയിട്ട് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അവരെ ചലിപ്പിക്കുന്ന അത്തരത്തിൽ ഒരു മേധാശക്തി ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് മുകളിൽ. നിങ്ങളെല്ലാവരും മനുഷ്യർ, എല്ലാവരും സ്വതന്ത്രർ, എല്ലാവരും തുല്യർ, നിങ്ങൾ ഒറ്റ ഉമ്മത്താണ്. നിങ്ങൾക്ക് മുകളിൽ അല്ലാഹു മാത്രമേ യജമാനൻ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങളെ സൃഷ്ടിച്ച നാഥൻ, നിങ്ങൾക്ക് ജീവിക്കേണ്ട എല്ലാം നൽകിയ നാഥൻ. അപ്പൊ മുഴുവൻ മനുഷ്യർക്ക് മുകളിൽ അവർ ഭയപ്പെടേണ്ടുന്ന, അംഗീകരിക്കേണ്ടുന്ന, വണങ്ങേണ്ടുന്ന, വിധേയപ്പെടേണ്ടുന്ന ഒരേ ഒരു ശക്തി അല്ലാഹ് മാത്രമായിട്ടുണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. അതാണ് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ സങ്കല്പം, അതാണ് ഇസ്ലാമിന്റെ വിമോചന സങ്കല്പം. അതുകൊണ്ട് ആ റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കാൻ പറ്റണം. അപ്പൊ സൃഷ്ടിച്ച നാഥനെ തിരിച്ചറിഞ്ഞ് ആ നാഥന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആ മനുഷ്യരെ വേറെ ആരും അടിമപ്പെടുത്താത്ത, ഉടമപ്പെടുത്താത്ത, വിധേയപ്പെടുത്താത്ത, കീഴ്പ്പെടുത്താത്ത, ആ അള്ളാഹുവിന്റെ വിശ്വാസത്തിനപ്പുറത്ത് മറ്റൊരു വിശ്വാസം അവരെ കീഴ്പ്പെടുത്താത്ത, ആ അള്ളാഹു അല്ലാത്ത മറ്റൊരു വിധേയപ്പെടാത്ത, മറ്റൊരു ശക്തിയെയും ആരാധിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, അർത്ഥന നടത്താത്ത, അവർക്ക് നേർച്ച നടത്താത്ത, അവിടെ തടസ്സങ്ങൾ നീക്കാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന അവസ്ഥ വരാത്ത ഒരു വല്ലാത്ത വിമോചനത്തിന്റെ രീതിശാസ്ത്രമുണ്ട് ഇസ്ലാമിൽ. സഹോദരന്മാരെ, അങ്ങനെയാണ് ഇസ്ലാമിന്റെ പാഠം. അതിനെ വിശദീകരിച്ചുകൊണ്ട് സൂറ അഅറാഫ് 157-ാം വചനത്തിൽ പ്രവാചക നിയോഗത്തെ പഠിപ്പിക്കുന്ന വിശദമായ ഒരു സൂക്തത്തിലെ ഒരു ഭാഗം ശ്രദ്ധിക്കുക. സമയദൈർഘ്യം ഭയങ്കര. അതിൽ അല്ലാഹു പറയുന്നു ഈ പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച്, ഹബീബിന്റെ ആഗമനത്തെ കുറിച്ച് പറയുന്നിടത്ത് ഈ പ്രവാചകൻ വന്നത് അവരെ വലിഞ്ഞു മുറുക്കുന്ന ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചവരെ മോചിപ്പിക്കാനാണ്. അവരുടെ മേൽ കെട്ടിവെച്ച ഭാരങ്ങളെ ഇറക്കി വെക്കാൻ. മനുഷ്യനുമേൽ ഏതോ മേധാശക്തികൾ ഭാരങ്ങൾ കയറ്റി വെക്കുന്നു. അതൊരു ആലങ്കാരികമായ സങ്കല്പമാണ്, അതേസമയം ഏറെ ചിന്തനീയമായ പ്രയോഗമാണ്. നമ്മെ അടിമപ്പെടുത്തുന്നവർ പാർട്ടിയാവാം, തത്വശാസ്ത്രങ്ങളാകാം, വ്യക്തികളാകാം, ഷെയ്ഖുമാരാവാം, മുരീദുമാരാവാം, ആൾ ദൈവങ്ങളാകാം. അത്തരം സംവിധാനങ്ങൾ അവർ നമ്മുടെ മേൽ ഭാരങ്ങൾ കയറ്റിവെക്കുന്നു. അവർ നമ്മെ കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു. പറയുമ്പോൾ നമ്മൾ പറയും ചെങ്ങലകൾ പൊട്ടിച്ചെറിയുവിൻ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാമെന്ന്. പക്ഷെ ചെങ്ങലകൾ പൊട്ടിച്ചെറിയാൻ കഴിയാത്ത വിധം നമ്മെ അടിമപ്പെടുത്തും ഈ സംവിധാനങ്ങൾ. പ്രവാചക നിയോഗം എന്താണ്? ഇവരുടെ മേൽ ആരൊക്കെയോ കെട്ടിവെച്ച ഭാരങ്ങളെ ഇറക്കി വെക്കാൻ, മുതുകിനെ ഞെരിക്കുന്ന, തോളിനെ ഞെരിക്കുന്ന ഭാരങ്ങൾ, ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് നമ്മെ അടക്കി വാഴുന്ന സംവിധാനം, നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുന്ന, യുക്തിയെ കീഴ്പ്പെടുത്തുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ വലഞ്ഞു വെക്കുന്ന അത്തരം സകല ഭാരങ്ങൾ ഇറക്കി വെക്കാൻ. അതിനാ പ്രവാചകന്റെ വരവ്. പള്ളിയിൽ നിസ്കരിച്ച് അങ്ങനെ നസീഹത്ത് നടത്തിയിട്ട് ജനങ്ങളെ പുറത്തേക്ക് വിട്ട് അടുത്ത വക്തിൽ വരുമ്പോൾ ഇമാമ നിൽക്കാൻ കാത്തിരിക്കുന്ന പ്രവാചകനെ എല്ലാം ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിലില്ല. മറിച്ച് ഇത് വലിയ വർത്തമാനമാണ്. അതുപോലെ തന്നെ കാണത്തരെയും നിങ്ങളെ വലിഞ്ഞു മുറുക്കി, അവരെ വലിഞ്ഞു മുറുക്കി ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ. ചെങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന പ്രയോഗം സ്വാതന്ത്ര്യത്തിന്റെ വിമോചനത്തിന്റെ ഉത്തുംഗമായ ഭാവനയാണ്. അതിനുവേണ്ടിയാണ് പ്രവാചകൻ വന്നത്. അപ്പൊ വിമോചനത്തിന്റെ ആദ്യപടി ഈ പ്രവാചക ഉത്ബോധനം ശ്രമിക്കുക. മൂസാ നബിയുടെ റസൂലുള്ളാഹിയുടെ അങ്ങനെ സകല പ്രവാചകൻ ആദ്യപടി എന്താണ്? മനുഷ്യരെ, നിങ്ങളെ അടിമപ്പെടുത്തിയ വിശ്വാസധാരകൾ, ചിന്താധാരകൾ, പ്രതിഷ്ഠകൾ, ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അത്യാചാരം, അതൊക്കെ നിങ്ങൾ മോചിതരാവണം. അതൊക്കെ നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന, നിങ്ങളെ അടിമപ്പെടുത്തിയ, നിങ്ങളെ മേധാവിത്വം പൂണ്ടു നിൽക്കുന്ന ശക്തികളാണ്. നിങ്ങളുടെ മുതുകിൽ അവർ ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുക, നിങ്ങളുടെ ചിന്തയെ അവർ മരവിപ്പിച്ചിരിക്കുക, നിങ്ങളുടെ യുക്തിയെ അവർ തടഞ്ഞു വെച്ചിരിക്കുക, നിങ്ങളെ അവർ അടിമകളാക്കിയിരിക്കാം. അത് അങ്ങനെ ആത്മീയ ക്രമം, ഇപ്പുറത്ത് പാർട്ടി ക്രമം, രാഷ്ട്രീയ ക്രമം, ഇങ്ങനെ പലതും നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അടിമകളിൽ നിന്ന് അവിടെ ഹാജരാകുന്ന പുരോഹിതൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനത്തിന് ഇരയായ അടിമകൾ, ഇറാഖിൽ
ഭരണാധികാരിയായ നമ്രൂദിന് വഴിപ്പെട്ട ഭരണകൂടം അവിടുത്തെ രാഷ്ട്രീയ ശക്തി ചെലുത്തിയ സ്വാധീനത്തിന്റെ ദുഷ്ടലാക്കിൻ്റെതായ അടിമത്തം. ഇത് മനസ്സിലാകുമോ? ദുൽഹജ്ജിൽ പെരുന്നാളാഘോഷം എങ്കിലും മനസ്സിലാക്കും. അപ്പൊ ആദറും നമ്രൂദ്. അപ്പൊ ആത്മീയ സംവിധാനത്തിന്റെ പേരിൽ പുരോഹിതന്മാർ, ഭരണ സംവിധാനത്തിൽ രാഷ്ട്രീയ സംവിധാനങ്ങളും, ഇവരെ രണ്ടും നിങ്ങളുടെ മേൽ ഭാരങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു. ചെങ്ങലക്കെട്ടുകൾ മുറുക്കിയിരിക്കുക, അതിനെ പൊട്ടിച്ചെറിയണം. അതിനെ പൊട്ടിച്ച് അള്ളാഹിന്റെ മാത്രം അടിമകളായി നിങ്ങൾ മാറണം. അള്ളാഹുവിന്റെ ഇംഗിതം മാത്രമായിരിക്കണം നിങ്ങളുടെ മേൽ സ്വാധീനിക്കേണ്ടത്. നിങ്ങൾ അവനെ മാത്രം ഭയപ്പെടുകയും മറ്റു ശക്തികളെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ വിമോചിതരാണ്. ഇങ്ങനെ ഒരു സങ്കല്പത്തെ മുസ്ലിം സമുദായത്തിന് പോലും മനസ്സിലാവില്ല. അതാണ് നമ്മുടെ ദുര്യോഗം. കാരണം നമ്മൾ പഠിച്ചത് ഈ പറഞ്ഞ പൗരത്തിന്റെ ആത്മീയതയാണ്, മതസംഘടനകൾ പഠിപ്പിച്ച ആത്മീയത. നമ്മൾ പ്രയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയവും ഭരണ സംവിധാനവും. അതിനപ്പുറത്ത് ഖുർആൻ പഠിപ്പിച്ച ആത്മീയതയോ ഖുർആൻ പഠിപ്പിച്ച പൊളിറ്റിക്സോ രാഷ്ട്രമീമാംസയോ നമ്മൾ പഠിച്ചില്ല. ഇത്ര കാലം ഖുർആൻ വായിച്ചിട്ട് നമുക്കത് ബോധ്യമായില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാവില്ല. അപ്പൊ പ്രവാചകന്റെ അഗ്റാഫ് 157 അള്ള പരിചയപ്പെട്ട പരിചയവും മനസ്സിലാവില്ല. നിങ്ങളുടെ മേൽ ഭാരങ്ങൾ കെട്ടിവെച്ച ആ ഭാരക്കെട്ടുകളെ താഴെ ഇറക്കി വെക്കാനായി പ്രവാചകന്മാർ വന്നത്. ഈ പ്രവാചകന്റെ നിയോഗം നിങ്ങളെ വരിഞ്ഞു കൊടുക്കുന്ന ചെങ്ങലകൾ പൊട്ടിക്കാനുമാണെന്ന് പറഞ്ഞ വർത്തമാനം നമുക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് പ്രവാചകന്മാർ ആദ്യമായി മനുഷ്യരെ മോചിപ്പിക്കാൻ ശ്രമിച്ച ഭാഗം ഖുർആൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒറ്റ ആത്മാവിൽ നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കണം. അപ്പൊ നിങ്ങളെ എല്ലാവരും സൃഷ്ടിച്ച നാഥന് മാത്രമേ വഴിപ്പെടാവൂ. മറ്റൊന്നിനും വിധേയപ്പെടാൻ പാടില്ല. മറ്റൊരു മേധാശക്തി നിങ്ങളെ ഭരിക്കാൻ പാടില്ല, നയിക്കാൻ പാടില്ല, നിങ്ങളെ കീഴ്പ്പെടുത്താൻ. നിങ്ങൾ അപ്പോൾ അടിമകളാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അടിമകൾ മാത്രമാണ്. തമ്പുരാനെ മാത്രം വഴിപ്പെടുമ്പോൾ നിങ്ങൾ വിമോചിതരാകൂ എന്നാണ് ആയത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് മനസ്സിലാവുന്ന സൂറത്ത് നിസാ 1-ാം സൂറത്ത്. വീണ്ടും യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലിക്കും. അല്ലയോ മനുഷ്യ, എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് വരാം. അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള നാഥൻ നിങ്ങളെ വഴിപ്പെടുവിൻ. സൂറ അൽ-ബഖറ 21-ാം വചനം. അപ്പൊ മുഴുവൻ മനുഷ്യരും തമ്പുരാന് മാത്രം വഴിപ്പെടുന്ന ക്രമമാണ് വിമോചനത്തിന്റെ ശരിയായ പാത. അതല്ലാത്ത അവസ്ഥയിൽ പൗരോഹിത്യത്തിന്റെ അടിമകളായവർ, വിഗ്രഹങ്ങളുടെ അടിമകൾ, പ്രതിഷ്ഠകളുടെ അടിമകളായവർ, അഭിനവ സാമര്യമാരുടെ അടിമകളായവർ, പാർട്ടികളുടെ അടിമകളായവർ, നേതാക്കന്മാരുടെ അടിമകളായവർ, അവർക്കൊരിക്കലും വിമോചനത്തിന്റെ പാഠം പഠിയില്ല. ഇത് പഠിക്കണമെങ്കിൽ മനസ്സാൽ ശുദ്ധമാക്കണം. ഈ സകല വൃത്തികളും എടുത്ത് പുറത്തു കളയണം. അങ്ങനെ കൽബുൻ സലീം, സുരക്ഷിതമായ ഹൃദയം നിങ്ങൾക്കുണ്ടോ? ഇഖ്ലാസ്, നിഷ്കളങ്കത സാധ്യമാണോ? തമ്പുരാന് മാത്രം വഴിപ്പെടുന്ന മുഖ്ലിസീന ലഹുദ്ദീൻ, നാഥന് മാത്രം പൂർണ്ണമായും വഴിപ്പെടുന്ന നിഷ്കളങ്ക ഭാവം നിങ്ങൾക്ക് സാധ്യമാകുമോ? അവർക്ക് മാത്രമേ ഖുർആൻ വിമോചനം മനസ്സിലാവൂ. അവർക്ക് മാത്രമേ പലപ്പോഴും ഈ ഉള്ളവരുൾപ്പെടെ സംസാരം മനസ്സിലാവൂ. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അതൊരു രോഗമാണ് കൂട്ടരെ. ആ രോഗത്തെ പറിച്ചു മാറ്റിയില്ലെങ്കിൽ, ക്യാൻസറിന്റെ അംശത്തെ എടുത്ത് കളയാതിരുന്നാൽ അതൊരു ശരീരത്തെ എത്രമേൽ കീഴ്പ്പെടുത്തി ഇല്ലാതാക്കുമോ, അതുപോലെ ഈ രോഗത്തെ നിങ്ങൾ പറിച്ചു മാറ്റിയില്ല എങ്കിൽ ഈ രോഗം വർദ്ധിപ്പിക്കും. ഖുർആൻ വർദ്ധിപ്പിക്കും, ഈ രോഗം വർദ്ധിക്കും. അതുകൊണ്ട് എന്നും ഒരു തരം കാപ്പട്യ നമ്മൾ ശീലമാക്കും. ഇസ്ലാമിന്റെ തനത് വർത്തമാനങ്ങളോട് ഒരു തരം മറ നമ്മൾ പിടിക്കും. അപ്പൊ ഒരു കാപ്പട്യം നമ്മൾ തുടരും. അതുകൊണ്ട് ഖുർആന്റെ ശരിയായ വചനങ്ങളുടെ അർത്ഥ വിഭാവനയിലേക്ക് നമ്മൾ പോവില്ല. അത് കേൾക്കുന്നത് പോലും ചതുർത്ഥിയായി തീർന്ന മുസ്ലിം സമുദായം. എന്തൊരു ദുര്യോഗമാണ്! ഈ ദുര്യോഗത്തെ കുറിച്ച് ആലോചിച്ചാൽ സങ്കടം വരും. ഇതൊരു വല്ലാത്ത ദുര്യോഗമാണ്. ഈ സമുദായത്തിന് എന്ത് പറ്റിയെന്ന് ഓരോ വർഷവും മുഹറത്തിലെ ചരിത്രം പഠിക്കുന്ന സമുദായത്തിന് വിമോചനത്തിന്റെ പാഠങ്ങൾ എന്തുകൊണ്ട് പഠിഞ്ഞില്ലെന്ന്. ഹബീബിനെ ഏറെ സ്നേഹിക്കുന്ന ഒരു ജനതക്ക് നിങ്ങളെ വലിഞ്ഞു മുറുക്കുക ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ മേൽ കയറ്റി വെച്ച ഭാരങ്ങൾ ഇറക്കി വെച്ച് നിങ്ങളെ അള്ളാഹുവിന്റെ മാത്രം അടിമയായി തീരുന്ന അവസ്ഥയിലേക്ക് വിമോചിപ്പിക്കാൻ മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് ഏകനായ തമ്പുരാന്റെ മാത്രം അടിമകളായി നിങ്ങൾ ജീവിക്കുന്ന വിമോചനത്തിന്റെ വിഹായസിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള പ്രവാചകനെ ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. സ്വലാത്ത് ചൊല്ലി എണ്ണം തികട്ടുന്നവർ. എന്തൊരു ദുര്യോഗമാണ്! ഇതിലൊരു വല്ലപ്പോഴും ആലോചിച്ചു നോക്കും. ഇത് വല്ലാത്തൊരു ദുര്യോഗമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിമോചനത്തിന്റെ ഈ പാഠം നമുക്ക് പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, മുഹറമിൽ വിമോചനത്തിന്റെ ചരിത്രം അനുസ്മരിക്കുന്ന മുസ്ലിം സമുദായം മറ്റൊന്നും വിഭിന്നരല്ല.
മഹാഭൂരിപക്ഷം, വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ ഭാഗം കിട്ടിയിട്ടുള്ളൂ. വിഭിന്നരാവാൻ, വേർതിരിഞ്ഞു നിൽക്കാൻ, ഇസ്ലാമിന്റെ ശരിയായ സാംസ്കാരിക വിധാനത്തിലേക്ക് ഉയരാൻ. അപ്പുറത്തെ കൂട്ടർ, ഒരു സമുദായക്കാർ, ഒരു മതക്കാർ അവരുടെ ദൈവങ്ങളെ കിഴത്ത് ഇരുത്തി പൂജിക്കുന്നു. അവരുടെ ക്രമം അങ്ങനെയാണ്. ഇപ്പുറത്തെ മതക്കാർ, മറ്റൊരു കൂട്ടർ അവരുടെ ദൈവങ്ങളെ നിർത്തിയിട്ട് പൂജിക്കുന്നു, അൾത്താരയിലും കപ്പേളകളിലും ഒക്കെ. അവരുടെ ക്രമം അങ്ങനെയാണ്. മുസ്ലിം സമുദായമാകട്ടെ അവരുടെ ദൈവങ്ങളെ കിടത്തിയിട്ട് പൂജിക്കുന്നു, മക്ബറകളിൽ മൂടി പുതപ്പിച്ച് അലങ്കരിച്ച് വിളക്ക് വെച്ച് സംവിധാനം ഉണ്ടാക്കി. ഒരു വ്യത്യാസവും ഇല്ലെന്ന കാര്യം ഈ സമുദായത്തിന് അറിയില്ല. അപ്പോ വിഗ്രഹ പ്രതിഷ്ഠകളുടെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ എന്ന പ്രവാചക വിമോചനത്തിന്റെ ആദ്യ പാഠം. അതാണ് അതിന്റെ പ്രാഥമികമായ പാഠം, അതാണ് പ്രധാനമായ പാഠം. ആ പാഠം നേരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മൂസാ നബിയെ പഠിക്കുന്ന ഈ സമുദായത്തിന് അലൈഹിസ്സലാത്തു വസ്സലാം, ഹബീബിനെ സ്നേഹിക്കുന്ന ഈ സമുദായം. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ആഴം. അപ്പൊ പുതിയ പുതിയ ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക വിഗ്രഹ പ്രതിഷ്ഠ സമുദായത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു തങ്ങൾ മരിച്ചിരിക്കുന്നു. പേര് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അത്ര മഹനീയമായ സംവിധാനമൊന്നുമല്ല. ആ തങ്ങൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവർക്ക് തർക്കമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒറിജിനൽ തങ്ങന്മാർക്ക് സംഘടന ഉണ്ടായിരിക്കുന്നു, ഒറിജിനൽ അല്ലാത്തതിനെ കുറിച്ച് പറയാൻ. അതൊക്കെ കേരളത്തിലുണ്ടായതാ. അപ്പൊ ആ തങ്ങൾ മരിച്ചു കഴിഞ്ഞതായി പുതിയ ജാറം വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ. അത് മണ്ണ് ഉണങ്ങും മുമ്പേ അത് നേരെ ചൊവ്വേ ക്രമീകരിക്കപ്പെട്ട് എടുത്ത് പൊക്കി പുതച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഒരു ട്രോളിൽ ആ ജാറത്തിനകത്ത് ഒരുപാട് നോട്ടുകൾ കിടക്കുന്നു, കറൻസികൾ. അപ്പൊ ഒരു ബിരുദൻ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് പറയാം, ഒരു ഭണ്ഡാരപ്പെട്ടി വെക്കാൻ പോലും സമ്മതിച്ചില്ല. ആളുകൾ ഇങ്ങനെ തള്ളിച്ചില്ല. അപ്പോ നിങ്ങൾ ഏത് വിമോചനത്തെ കുറിച്ചാണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ പഠിക്കണം. ഓരോ തങ്ങന്മാരും ഔലിയാക്കന്മാരും മരിക്കും പുതിയ പുതിയ പ്രതിഷ്ഠകൾ ഉണ്ടാക്കി സമുദായത്തിന്. കേരളത്തിലെ മാത്രം കാര്യമാണ്. അപ്പൊ വിമോചനത്തിന്റെ ഇസ്ലാമിക പാഠം നമ്മൾ പഠിച്ചില്ല, നമുക്കത് പഠിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതിനോട് നമ്മൾ കോംപ്രമൈസ് നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഒരു വിഷയമല്ലാത്ത രീതിയിൽ ഈ തൗഹീദിന്റെ അപ്പോസ്തലന്മാർ വരെ പൊരുത്തപ്പെട്ടു. അല്ല, തൗഹീദിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന കണ്ടം തുണ്ടമായി മാറിയപ്പോ ഈ പറയുന്ന ആളുകൾക്ക് നമ്മളെ കളിയാക്കാൻ അവസരം കിട്ടുമാറും നാണം കെട്ട അന്ധവിശ്വാസത്തിന്റെ വക്താക്കളായി മാറിപ്പോയി പലരും. അതുകൊണ്ട് ശക്തി ക്ഷയിച്ചു പോയി. ഇപ്പോൾ പഴയ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മേൽക്കൈ ഈ ആരാധന, ബഹുദൈവ ആരാധന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ കണ്ടത്തിന് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ അതൊരു ദുര്യോഗമാണ്. ആ ദുര്യോഗത്തെ വേദന കൊണ്ട് നിങ്ങൾ ആവർത്തിക്കുക. ഈ മുഹറം വരുമ്പോ റസൂലുള്ളാഹി ഒരിക്കൽ ഹദീസ് കേൾക്കണം, ലഅനല്ലാഹു തആല, അല്ലാഹ് ശപിച്ചിരിക്കുന്നു എന്നാണ്. സായിറാത്തുൽ ഖുബൂരി, ഖബർ സന്ദർശിക്കുന്ന പെണ്ണുങ്ങളെ, വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ്, അതിന്മേൽ പള്ളികളും എടുപ്പുകളും പണിയുകയാണ്, വിളക്ക് വെക്കുകയും ചെയ്യുന്ന ആളുകളെ ശപിച്ചിരിക്കുന്നു എന്നാണ്. സിഹാഹു സിത്തയിലെ 6 മുഹദ്ദിസീങ്ങളിൽ 5 പേര് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആർക്കുമേ ഇല്ല സംശയം അതിന്റെ സിഹത്തിൽ. പക്ഷെ ഇത് പഠിക്കില്ല. അപ്പോഴാണ് ഇപ്പുറത്ത് ഈ പറഞ്ഞ സംവിധാനത്തെ പുകഴ്ത്താൻ ആഗ്രഹിച്ച് രാഷ്ട്രീയക്കാരൻ വർത്താനം പറയും. എന്താ വർത്തമാനം? മുസ്ലിം സമുദായത്തിന്റെ മക്ബറകളിലേക്ക് കുടുംബസമേതം പെണ്ണുങ്ങൾ സന്ദർശിക്കാൻ അവസരം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാവ് സംസാരിക്കുക. ഇവിടെ പേര് പറയുന്നില്ല, പലർക്കും ഇഷ്ടപ്പെടില്ല പറഞ്ഞാൽ. അപ്പൊ ഇസ്ലാമിന്റെ ഒരു ക്രമത്തെ, നാട്ടിൽ നടക്കുന്ന ഇസ്ലാം വിരുദ്ധ ചേരിയുടെ തൃപ്തിക്കും വോട്ടിനും വേണ്ടി ന്യായീകരിക്കാൻ എഫ്പിയിൽ കയറി വരുന്നു. റോഡരികിൽ മുസ്ലിം നമസ്കരിക്കുന്ന ഈ കൂട്ടം അവർ ഇസ്ലാമിന്റെ ആൾ തെളിയിക്കാനാണ്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന ഒരു കേരളത്തിൽ നിങ്ങൾ പഠിക്കണം. വിമോചനം പഠിക്കുമ്പോ കടല് കടന്നുപോയ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരാ. അവിടേക്ക് എത്തും മുമ്പ് ഈ പ്രവാചകൻ ഊന്നിയ ഭാഗമുണ്ട്. ഇസ്രായേൽ സമുദായം അവിടുത്തെ ബഹുദൈവ ആരാധനാ ക്രമത്തിലെ ഫിർഔനിന്റെ അനുചരന്മാരെ കൂടെ, കിബിത്തികളെ കൂടെ, ഭൂരിപക്ഷ സമുദായത്തിന്റെ കൂടെ ജീവിച്ചപ്പോ അവിടെ ഇസ്ലാം ശോഷിച്ചു പോയി, അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവരിലൂടെയൊക്കെ പൂജക്ക് പോകുന്ന ആളുകളായി. അമ്പലത്തിൽ പൂജക്ക് പോകുന്ന മുസ്ലിം സമുദായത്തിലെ പർദ്ദകളെ നിങ്ങൾ കാണുന്ന പോലെ, തൊപ്പിക്കാരെ കാണുന്ന പോലെ, ആരതി എടുക്കുന്ന, ആരതി ഒഴിയുന്ന, അതൊക്കെ ഈ കാഴ്ചയാണ്. അങ്ങനെ വല്ലതും. അപ്പൊ ഇതിനോടങ്ങ് യുക്തി ജീവിക്കുമ്പോ ആ ചാരിയത് മണുക്കും. സവിശേഷമായ സുഗന്ധം വേറെ പൂശിയില്ലെങ്കിൽ ഇസ്ലാമിന്റെ സുഗന്ധത്തെ അവർ എടുത്തണിയില്ല. തൗഹീദിന്റെ ലിബാസ് അണിയാൻ പറ്റിയില്ല, തൗഹീദിന്റെ വസ്ത്രം അണിയാൻ പറ്റിയില്ല. അതുകൊണ്ട് സമുദായത്തിന്റെ വസ്ത്രം അണിഞ്ഞു. സമുദായത്തിന്റെ വസ്ത്രം വെറും പേക്കോലങ്ങളാ.
അതിനകത്തെ കാമും കഴമ്പും ചോർന്നു പോയിരിക്കുന്നു. തൗഹീദ് ചോർന്നു പോയ മുസ്ലിം ആൾരൂപങ്ങൾ. അത് അന്ന് ഇസ്രായേൽ സമുദായത്തിന്റെ കോലമതാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ അവസ്ഥയിലെ മുസ്ലിം സമൂഹത്തിൽ ഈ പേക്കോലങ്ങളുടെ എണ്ണം പെരുകിയിരിക്കുന്നു. ഇനി അത് പെരുകും. അതുകൊണ്ട് ഇത് പഠിക്കേണ്ട വിഷയമാണ്. നമുക്ക് നമ്മെ സംരക്ഷിക്കാൻ കഴിയണം. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഇന്നമൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ആളുകൾ കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇ മസാജിദ, അവർ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ എടുപ്പുകളും പള്ളികളുമാക്കി മാറ്റി ജാറങ്ങളാക്കി സംവിധാനിച്ചിരുന്നു. ഫഇന്നി അൻഹാകും അൻ ദാലിക, നിങ്ങളെ ഞാൻ അതിന് വിലക്കുന്നു. അതുകൊണ്ട് ഒരു ഖബറും പൊങ്ങി നിൽക്കാൻ പാടില്ല, കെട്ടിപ്പൊക്കാൻ പാടില്ല, അത് പള്ളിയും ആരാധനാക്കാൻ പാടില്ല, അവിടെ കുബ്ബകൾ പണിയാൻ പാടില്ല. കൃത്യമായ ഉത്ബോധനങ്ങൾ ധാരാളമായി ഹദീസിൽ. അതുകൊണ്ട് അവരെ ശപിച്ചിരുന്നു യഹൂദ നസ്രാനികളെ. ഉലൈക ഇദാ കാന ഫീഹിം റജുലു സ്വാലിഹ്, അവരിൽ ഒരു നല്ല മനുഷ്യൻ ജീവിച്ച് മരിച്ചാൽ ഫമാത, മരിച്ചു കഴിഞ്ഞാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദ, അവർ അതിന്റെ ഖബറിൽ എടുപ്പുണ്ടാക്കും, ആരാധനാലയം, പ്രാർത്ഥനാലയം ഉണ്ടാക്കും. വസവ്വറു ഫീഹി തിൽകസൂർ, അവിടെ അതിന്റെ രൂപങ്ങളും മറ്റു രൂപങ്ങളും വിളക്കുകളൊക്കെ സ്ഥാപിക്കും. ഉലൈക ശിറാറുൽ ഖൽഖി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും നികൃഷ്ടരായ ജന്തുക്കളായിട്ട് മാത്രമേ ഇവരെ നിങ്ങൾക്ക് മഖ്ശദിൽ കാണാൻ പറ്റൂ. നികൃഷ്ടരായ ജന്തുക്കളായിട്ട് കൂട്ടർ വരും. ഹദീസ് സഹീഹാണെന്ന് ആർക്കും സംശയമില്ല. അപ്പൊ സമുദായത്തിൽ ഈ പറയുന്ന ഫിറഔന്റെ കാലത്തെ ഫിറഔന്റെ കാലത്തെ മൂസയുടെ കാലത്തെ സാമിരിയുടെ പേക്കോലങ്ങളായ അഭിനവ സാമിരിമാരുടെ അടിമകളായി പോയവർ, അവർക്ക് വിമോചനത്തിന്റെ പാഠം മനസ്സിലാവില്ല, അവർ വിമോചിതരാവുകയുമില്ല. ഒരു പാഠം അതാണ്. രണ്ടാമത് പാഠം ആൾദൈവങ്ങൾ. അങ്ങനെയാണ് അത് മറ്റു മതങ്ങളിൽ ധാരാളമുണ്ട്. ആണും പെണ്ണുമായിട്ട് ഉടുത്തതും ഉടുക്കാത്തതും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും അല്ലാത്തതുമൊക്കെ ധാരാളം കാണാം. സംശയമൊന്നും വേണ്ട. അവർക്കത് പത്യമാണ്. കാരണം ആ ക്രമം ഒന്ന് വേറെയാണ്. ഇത് ഏകവിശ്വാസക്രമമാണ്. ഇതിൽ ആൾ ദൈവങ്ങൾ എന്ന സംവിധാനമില്ല. പ്രവാചകന്മാരെ പോലെ കാണാൻ പാടില്ല. അങ്ങനെ പഠിപ്പിച്ച മതമാണ്. പക്ഷേ ഈ ആൾ ദൈവങ്ങൾക്കുണ്ടോ? നമുക്കിടയിൽ കുറവും. മറ്റു മതസമൂഹത്തിൽ UP ഭരിക്കുന്ന കാശായ ആൾ ദൈവമാണ്, ഒരാൾ ദൈവമാണ്. ഇപ്പോൾ ഹാത്രാസിൽ നമ്മൾ 100-ലധികം ആളുകളെ പരലോകത്തേക്ക് പറഞ്ഞയച്ച ആൾ ദൈവത്തെയും വായിച്ചു. മൂപ്പര് ചവിട്ടിയ മണ്ണിൽ കാലടി പതിഞ്ഞടത്തുനിന്ന് മണ്ണ് വാരിയിട്ട് ഭസ്മമായി ഉപയോഗിക്കാൻ തിക്കും തിരക്കും കൂട്ടിയ പോയ മനുഷ്യരെ കുറിച്ച് വായിച്ചു നമ്മൾ. നമുക്ക് വേദന ഉണ്ട് അവരുടെ മരണത്തിൽ. പക്ഷെ ഇത് നടക്കുക എവിടെയും ഒരു പ്രശ്നമല്ല. FIR ഒരു പേര് ഈ ആളുകൾക്ക് വന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെയെങ്കിൽ അത്തരം ആൾ ദൈവ സങ്കല്പത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് മാറാൻ പറ്റിയോ? ഈ സമുദായത്തിലെ പുരോഹിത വർഗം അങ്ങനെയാണ്. കമറും ഷംസും നൂറും നെജുമുമൊക്കെയായി, ചന്ദ്രനും സൂര്യനും നക്ഷത്രവും വെള്ളവും തേനും ഒക്കെ ആയിട്ട് വാഴ്ത്തപ്പെടുന്ന അങ്ങനെ കുറെ ആളുകൾ, അവര് സമുദായത്തിലെ പണ്ഡിതന്മാരുടെ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാഴ്ത്തപ്പെടുന്ന ആളുകൾ. ഓരോരുത്തരായിട്ട് മരിച്ചു പോകുമ്പോൾ പുതിയ പുതിയ മക്ബറകൾ സംവിധാനിക്കപ്പെടുന്നു, കാത്തിരിക്കുന്നു മരണത്തെ. അതിന്റെ ആളുകൾക്ക് വരുമാനത്തിന്റെ അടുത്ത വരുന്ന ഓരോരുത്തരും മരിക്കുമ്പോഴും ഔലിയാവിനെ കിട്ടിയ പ്രതിഷ്ഠിക്കുന്ന ഔലിയാവിന്റെ സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ ആൾ ദൈവങ്ങളാണ്. അതുകൊണ്ട് തുപ്പലും തൂറ്റലും പാറ്റലും ഒക്കെ വലിയ നൈവേദ്യങ്ങളായി കാണുന്ന ഒരു ജനതയെ കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും രോഷമില്ലേ? മുഹറമിലെ വിമോചനം പഠിക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരന്മാർ, ഇത് ചെറിയ കാര്യമല്ല. അത്തരം ആൾ ദൈവ സംവിധാനം, ഷെയ്ഖുമാർ, പീറുമാർ, മുരീദുമാർ, അനുയായികൾ, അവര് പഠിപ്പിക്കുന്ന മതവും അവര് പഠിപ്പിക്കുന്ന ദീനുമായി കൊണ്ട് നടക്കുന്ന പുതിയ പുതിയ കൾട്ട് സംവിധാനങ്ങൾ ഇസ്ലാമിനകത്ത് ഇസ്ലാമിൽ പൗരോഹിത്യത പഠിപ്പിച്ചിരിക്കെ ആ സംവിധാനങ്ങളുടെ കൂടെ പോകുന്നവർ എന്നല്ല. ഖുർആൻ കൃത്യമായി സൂറ സ്വാദ് 50 നമ്മൾ വിളിച്ചു പറയാ, അയ്യുഹല്ലദീന വിശ്വാസികളെ ധാരാളം പണ്ഡിതന്മാരും പുരോഹിതന്മാരും പണ്ഡിത വേഷങ്ങളും പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാ. അന്യായമായി ജനങ്ങളുടെ കീശയിൽ കണ്ണുവെച്ചവർ, അവിടെ കയ്യിലെ പണത്തിൽ കണ്ണുവെച്ചവർ, അള്ളാഹുവിന്റെ ശരിയായ മാർഗ്ഗത്തിൽ മനുഷ്യരെ തടഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഹദീസുകൾ അവർ കേൾക്കില്ല. അവിടെ ഘോരഘോരം നീണ്ട ഹൈ പിച്ച്, ലോ പിച്ച്, നോർമൽ പിച്ചിലെ പ്രഭാഷണത്തിൽ ഹദീസുകൾ വരില്ല. അത്തരം ഒരു ദുരവസ്ഥക്ക് സാക്ഷ്യം വഹിക്കുന്ന ഭൂമികയാണ് ഈ പറയുന്ന കേരളം. അങ്ങനെയാണ്. അത്തരം ഒരു അവസ്ഥയിൽ ഈ പറയുന്ന ആളുകളുടെ പിറകെ സഞ്ചരിക്കുന്ന ഒരു ജനതയുണ്ട്. അങ്ങനെ ഖബർ സംവിധാനങ്ങളെ പൂജിക്കുന്ന, ഖബറിൽ സംവിധാനിക്കപ്പെടാൻ മരണം കാത്തിരിക്കുന്ന അനുയായികളുമുള്ള അത്തരം ആളുകളുടെ മുന്നിൽ നമസ്കരിച്ചാൽ നമസ്കാരം പോലും ശരിയാവില്ലെന്ന് ഫത്വ നൽകിയ പണ്ഡിതന്മാരും പണ്ഡിത സഭകൾ
ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ഫത്വ, ലാ യുസല്ലി ഖൽഫൽ ഖുബൂരിൻ അല്ലദീന ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഖബർ പൂജ നടത്തുന്ന ആളുടെ പിറകിൽ നിസ്കരിക്കരുത്. കാരണം ലാ യുസല്ലി ഖൽഫ നമസ്കരിക്കരുത്, ലിഅന്ന സ്വലാത്ത ലാ തസിഹു ഖൽഫൽ മുശ്രിക്, മുശ്രിക്കിന്റെ പിന്നിൽ നിസ്കാരം ശരിയാവില്ല. ഒരു മുശ്രിക്കിന്റെ പിറകിൽ നിസ്കരിച്ച ശരിയാവില്ല. ഇത് കൃത്യമായവണ് ഒരു മറുധാരയുണ്ട് അവിടെ. ആ മറുധാരയെ ഉപാസിക്കാൻ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കാനൂനിയ മഹലുകൾ പോലും ഇപ്പോൾ അധികം പേർക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടു. അതൊരു വിഷയമായിട്ടില്ല, ഒരറപ്പും തോന്നുന്നില്ല, ഒരു വെറുപ്പുമില്ല. ജാരങ്ങൾ പൊങ്ങി നിൽക്കുന്ന പള്ളികളിൽ നമസ്കരിക്കാൻ കയറാതിരിക്കാനുള്ള മനസ്സാക്ഷിക്കുണ്ടല്ലോ, അവിടുന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം അതുപോലും ഫലപ്രദമില്ല. അതുകൊണ്ട് ഇതിനോടൊപ്പം ഇങ്ങനെ നോർമലൈസ് ചെയ്ത് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോവാൻ അത്തരം ഒരവസ്ഥയിലേക്ക് വ്യതിരക്തതകളില്ലാതായി പോകുമ്പോൾ ഇസ്ലാമിന്റെ ശരിയായ വിമോചന പാഠങ്ങൾ നമുക്ക് അന്യം പോവുകയാണ്. തൗഹീദ് നഷ്ടപ്പെടുന്നു, ഷിർക്ക് കയറി വരുന്നു, ഷിർക്ക് ഖുറാഫാത്ത് ബിദ്അത്ത് ഇൻഹിറാഫത്ത് അടിമപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ ആളുകളല്ല അഹ്ലുൽ ഖുറാഫാത്തിന്റെ ആളുകൾക്ക് മേൽക്കൈയുള്ള കാലമാണ്. പക്ഷെ പദത്തെ അവരുടേതാക്കി മാറ്റിക്കളഞ്ഞു. മൂന്നാമതായിട്ട് ബഹുദൈവ ആരാധനാ ക്രമത്തിന്റെ ഭാഗമായി സംവിധാനിക്കുന്ന സംവിധാനങ്ങളുടെ അടിമകളാണ്. കൂടോത്രം, മാരണം, ആഭിജാത്യം, ജ്യോത്സ്യം, തട്ടുദാസികൾ നീക്കൽ, ഭാവി അണിയൽ, അങ്ങനെ നിധി പൊങ്ങി വരാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ വരെ തയ്യാറാകുന്നു. വീട്ടുകാരൊക്കെ നിധി എടുത്തതാന്ന് പറയുമ്പോ പണമടക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ വരെ അങ്ങനെ എല്ലാം ഉണ്ടായി. അപ്പൊ നമ്മൾ വായിച്ചു കോൺഗ്രസിനകത്തെ ഗൂഢോത്രത്തെ കുറിച്ച്. ഗൂഢോത്രം നമുക്ക് ചിരിക്കാൻ തോന്നി. അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ന്യായമുള്ള കാര്യമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ ഭരണഘടന മുന്നിൽ വെക്കുന്ന ശാസ്ത്രീയ അവബോധം വളർത്തിയെടുക്കാനും അന്ധവിശ്വാസ അനാചാരത്തിൽ പ്രവർത്തിക്കാനും വേണ്ടി തീരുമാനിച്ചിറങ്ങേണ്ടവരാണ്. അങ്ങനെ ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ട്. അതിനുവേണ്ടി നിയമം കൊണ്ടുവരാൻ സുഭാഷിത സംവിധാനങ്ങളുണ്ട്. നിയമം കൊണ്ടുവന്ന സംസ്ഥാനത്ത് മഹാരാഷ്ട്ര ഉദാഹരണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഈ ഗൂഢോത്രങ്ങൾക്ക് ആ അഭിചാരക്ക് മേൽക്കൈ വരും. അപ്പൊ ഇരിക്കുന്നവനെ താഴെ ഇറക്കാൻ, അവൻ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ശത്രുവിനെ സംഹരിക്കാൻ, ഇങ്ങനെയൊക്കെ നടക്കുക. അപ്പൊ അതിങ്ങനെ ലൈവായിട്ട് നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട കാഴ്ചയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇത്തരം മുന്നോട്ട് വന്നു. അതൊരു ഭാഗത്ത് അങ്ങനെ. മറുഭാഗത്ത് മതനിഷേധത്തിന്റെ വക്താക്കളായി കാലൂന്നിയ രാഷ്ട്രീയക്കാരന് ഇതിനെ എതിർക്കാൻ ഇപ്പോൾ ഗഡ്സ് ഇല്ലാതെ പോയി. അതുകൊണ്ട് അവർ അത്തരം പണികളൊക്കെ നിർത്തി. കാരണം വോട്ടാണ് പ്രധാനം. കാരണം ഈ പറയുന്ന ബഹുദൈവ ആരാധനാ ക്രമത്തിന്റെ സകല ഗൂഢോത്ര, ആഭിജാത്യ, അന്ധവിശ്വാസ, ജ്യോത്സ്യ, ഭാവി പ്രവചന സംഗതികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളെ കയ്യില തലയെണ്ണിയാൽ വോട്ട് കൂടുതൽ. അതുകൊണ്ട് അവരെ പിണക്കാൻ ഇപ്പൊ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഭരണഘടന മുമ്പിൽ വെച്ച സംവിധാനത്തെ നമ്മളിപ്പോൾ മാറ്റിമറിച്ചു. 100 കൊല്ലം മുമ്പ് കേരളം കുട്ടിച്ചാത്തന്റെ നാടായിരുന്നു. കുട്ടിച്ചാത്തൻ സേവയുടെ നാട്. കുട്ടിച്ചാത്തന്റെ ഉപത രക്ഷപ്പെടാൻ വേണ്ടി സമൂഹത്തിൽ വലിയ പണികൾ നടന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ നാട് ദൈവത്തിന്റെ നാടായി മാറി. കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. പ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ദൃഢപ്രതിജ്ഞ എടുക്കുന്നവരും ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നവരൊക്കെ ആയിട്ട് വ്യത്യസ്ത രാഷ്ട്രീയക്കാരിൽ പ്രതിജ്ഞ ചെയ്തിട്ട് ഭരണത്തിൽ കയറി 40 കൊല്ലമായി. പക്ഷേ ചാത്തൻ സേവക്ക് കുറവൊന്നുമില്ല. കൂടോത്രം ഇപ്പോൾ അതിജയിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ വരെ കൂടോത്രം. ചെയ്തവനാല് ചെയ്യിച്ചതാരെന്നൊക്കെ അരമന രഹസ്യങ്ങൾ അങ്ങാടിയിൽ പാട്ട. അതിൽ വിധി പറയാൻ നമ്മളാളല്ല. പക്ഷെ ഒരു സമൂഹം എത്തിപ്പെട്ട ദുര്യോഗത്തെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇത്തരം സകലന്ന് വിമോചിതരാകാൻ വേണ്ടിയാണ് വളരെ കൃത്യമായിട്ട് പ്രവാചകന്മാർ പണിയെടുത്തത്. അതുകൊണ്ട് ഈ പറയുന്ന ബഹുദൈവ ആരാധനാ ക്രമത്തിലെ സകല ആഭിജാത്യ ക്രിയകളും കൂടോത്രവും മുസ്ലിം സമുദായത്തിൽ വന്നു. അറബ് മാന്ത്രികം, അങ്ങനെയാണ് ഇപ്പോൾ പേര്, അറബ് മാന്ത്രികം. അത് നടത്തുന്ന ഉസ്താദുമാർ മുട്ടയിലും തേങ്ങയിലും കുപ്പിയിലും അല്ലാതെയുമൊക്കെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കുടിയേറിയ മഹല്ല് സംവിധാനത്തിന് തലയിൽ മുണ്ടിട്ട് പോയിട്ട് ഇപ്പണിക്ക് പോകുന്നവർ, ആളെ ഏൽപ്പിച്ചു വിടുന്നവർ, അതൊക്കെ ഇന്ന് വ്യാപകമാണ്. അതിനോടൊന്നും ഇപ്പൊ നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കൂട്ടർ അത്തരം ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന ബഹുദൈവ ആരാധനാക്രമത്തിലെ കൂടോത്രം ഇവിടെ അറബ് മാന്ത്രികമായി തൽസമാത്തായി ഇസ്മിന്റെ പണിയായി കയറി വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, സഹീഹ് മുസ്ലിമിലെ ഹദീസ്, മൻ അതാ അറാഫൻ, ഭാവി അറിയാൻ വേണ്ടിയും തട്ടുദാസം നീക്കുന്ന മാന്ത്രികനും ഗൂഢോത്രക്കാരനും ഒക്കെയുള്ള ആളുകൾ, അതാണ് അറാഫ്. അത്തരം സാധനങ്ങളെടുത്ത് ആരെങ്കിലും ഒരാൾ പോയാൽ
ഫസ്അലഹു അൻ ഷൈഇൻ, എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവരത് ചോദിച്ചതിനനുസരിച്ച് ഉത്തരത്തിന് ചെയ്യണമെന്നില്ല. ചോദിച്ചാൽ ലം തുഖ്ബല ലഹു സലാത്തു 40 യൗമ, ലം തുഖ്ബല ലഹു സലാത്തു 40 യൗമ. 40 നിസ്കാരം സ്വീകരിക്കുന്നില്ല. നിസ്കാരമേ ഉള്ളൂ ഈ സമുദായത്തിന്റെ കയ്യിൽ ഇപ്പോൾ. മനത്താ കാഹിനൻ, ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ പോയി ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറഞ്ഞു ശരി വെച്ച ഒരാൾ വന്നാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ ഇറക്കിയ ഈ ഖുർആനിൽ ഇസ്ലാമിൽ അവൻ നിഷേധിയായിരിക്കുന്നു, കാഫിറായിന. നിസ്കാരം ഒന്നും സ്വീകരിക്കൂല. മറുഭാഗത്ത് ആള് കാഫിറായ ആളുകൾ മുസ്ലിമായിട്ട് നടക്കുക, അത്ര ദുര്യോഗമാണ്. ഹദീസ് ഒരുപാട് കൂട്ടർ നമ്മുടെ സമയത്തിന് പരിമിതിയുണ്ട്. അപ്പൊ ഇത്തരം ഒരവസ്ഥ സംഭവിച്ചു. അത്തരം സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലൈസ മിന്നാ മൻ തതയ്യറ ഔ തകഹന, ജ്യോത്സ്യന്റെ അടുക്കൽ പോകുന്ന ആളുകൾ, പക്ഷിശാസ്ത്രം നോക്കുന്നവർ, ഔ സഹറ, കൂടോത്രത്തിന് പോകുന്നവർ, അത്തരം ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല റസൂൽ, നമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ നിസ്കാരം സ്വീകരിക്കൂല, ആള് കാഫിറാണ്. നമ്മിൽപ്പെട്ടവെന്ന് പറഞ്ഞാൽ ഈ ഹദീസ് നമുക്ക് പ്രശ്നമല്ല. നമ്മൾ അതിനൊക്കെ പ്രതിവിധി കണ്ടെത്തിയിരിക്കുന്നു. ഏതാനും സ്വലാത്തുകളും ദിക്റുകളും 27 രാവിന്റെ അന്ന് മൈതാനത്ത് ഒത്തുകൂടലുമായാൽ കാര്യങ്ങൾ ശരിയായി. പിന്നെ കഴിയും ഉംറ കൂടി ചെയ്തേക്ക്, പറ്റിയെങ്കിൽ ഹജ്ജും സിറാത്ത് പാലം കടക്കുന്നു. ഇങ്ങനെ പഠിക്കുന്ന ജനതക്ക് ഒരിക്കലും വിമോചനത്തിന്റെ പാഠം പഠിയില്ല. ഇതിത്തിരി ഗൗരവത്തോടെ വന്ന വർത്തമാനം പറയാതിരിക്കാൻ പറ്റില്ല. ഈ ദൗത്യം നിർവഹിക്കപ്പെടുന്ന നമ്മുടെ സംവിധാനത്തിനകത്ത്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതാണ് വിമോചനത്തിന്റെ ആദ്യപടി. ഇസ്രായേൽ സമുദായത്തിൽ ഈ പണിയാണ് മൂസാ നബി ചെയ്തത്. ഒടുവിലാണ് കടൽ കടക്കുന്നത്. കടൽ കടക്കൽ മാത്രമല്ല വിമോചനം, വിമോചനത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിച്ച തിരുനബി ഈ പണിയാണ് മക്കയിൽ ചെയ്തത്, ഈ പണിയാണ് മദീനയിൽ ചെയ്തത്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. തൗഹീദിലേക്ക് മനുഷ്യരെ വിളിക്കണം. അതുകൊണ്ട് അത് പഠിക്കണം. ഖുർആൻ പറയുന്ന സൂറ ഹൂദിലെ 101 വചനമാണ്, 123 മുമ്പ് ഓതി വെച്ചത്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ ഭൂമിയിലെ അദൃശ്യം അല്ലാഹുക്ക് മാത്രമേ അറിയൂ, വേറെ ഒരാൾക്കും അറിയില്ല എന്ന് ബോധ്യപ്പെട്ടില്ല. അറിയില്ല, നാളത്തെ കാര്യം അറിയാൻ പോവാ. എല്ലാ കാര്യം അവനിലേക്കാ മടക്കം, അവന്റെ കയ്യിലാ നിയന്ത്രണം, അവനാണ് അറിയാം. എല്ലാ കാര്യം അവനിലേക്കാണ് മടക്കപ്പെടുക. നിങ്ങൾ അവന് മാത്രം വഴിപ്പെടണം, അവനിൽ നിറവേൽപ്പിക്കണം. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അല്ലാഹ് അറിയാതെ പോകുന്നില്ല. ഇതൊന്നും അല്ലാഹ് അറിയുന്നില്ല എന്ന് നിസ്കാരക്കാരെ വിചാരിക്കണം. നിസ്കാരക്കാരുടെ വർത്താനം ഇസ്ലാമിലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ വിഷയം നമുക്ക് അറിവുണ്ടാവണം. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അറിയണം. വിമോചനത്തിന്റെ ആദ്യപടി നമ്മുടെ ബുദ്ധിയെ എല്ലാ ഖുറാഫാത്തും മോചിപ്പിക്കണം. തഹ്രീറുൽ അഖ്ലി മിനൽ ഖുറാഫാത്ത്, അതാണ് ആദ്യ സ്റ്റെപ്പ്. തഹ്രീറുൽ അഖ്ലി മിനൽ ഖുറാഫാത്ത്. ഇവിടെ നടക്കുന്ന ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത്, ഇൻഹിറാഫ്, ബഹുദൈവ ആരാധനാ ക്രമത്തിന്റെ അന്ധവിശ്വാസങ്ങളുടെ അത്യാചാരങ്ങളുടെ ഭാഗമുള്ള സകലത്തിൽ നിന്നും മനുഷ്യന്റെ ബുദ്ധിയെ വിമോചിപ്പിക്കലാണ് വിമോചനത്തിന്റെ ആദ്യപടി. അതാണ് പ്രവാചകന്മാർ നിർവഹിച്ച ആദ്യഘട്ടം. ആ ആദ്യഘട്ടത്തിൽ നമ്മൾ ശരിയായെങ്കിലേ ബാക്കി വിമോചനം സാധ്യമാകൂ. ഇത് സാധ്യമാകാത്ത ഒരു ജനതയെ, ഇസ്രായേൽ സമുദായത്തിലെ സകല സാധനങ്ങളെയും ചേർത്ത് പിടിച്ച് കടൽ കടത്താൻ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അവിടെ ഈ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു പ്രവാചകനില്ല. ഇവിടെ മൂസയുടെ വടിയുമില്ല. അതുകൊണ്ട് നമ്മൾ നേരാകാത്ത കാലത്തോളം ഫാസിസ്റ്റ് കിരാത ഭീകരത്തിന്റെ ഉരുക്ക് മുഷിന് സമുദായം വിമോചിതരാവില്ല. നിങ്ങൾ എത്ര സ്വലാത്ത് ചൊല്ലിയാലും സംഭവിക്കില്ല, എത്രയൊക്കെ അധികം നിസ്കരിച്ചാലും സംഭവിക്കില്ല. മറിച്ച് വിമോചനത്തിന്റെ ശരിയായ പാഠം തുടക്കം മുതൽ പഠിച്ച് പ്രയോഗിക്കാൻ ഈ സമുദായം തയ്യാറാവണം. ഈ സമുദായത്തിലെ ഷെയ്ഖ് സംവിധാനങ്ങളുടെ അടിമകളായി മാറിയ മുനീദുമാർ പഠിക്കണം. അങ്ങനെ വിമോചനത്തെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ട് ഹററ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖൂലൽ ബശരി ബിവഹീൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ ബുദ്ധികളെ ഈ പറഞ്ഞ വിമോചിപ്പിക്കുന്ന പണിയാണ് ആദ്യമായി റസൂലുള്ളാഹി ചെയ്തത് എന്നാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിമോചനത്തിന്റെ പാഠം ശരിയായിട്ട് പഠിക്കണം. മുഹറം വിമോചനത്തെ പഠിപ്പിക്കുന്ന മാസമാണ്. ആ വിമോചനത്തിന്റെ ഒടുവിലെ പാഠമാണ് അക്രമിയായ ഭരണാധികാരി മുങ്ങി മരിക്കുന്നതും ഈ മദ്യതർ വിജയം വരിക്കുന്നതും. ആ വിജയം വരിച്ച ജനതയിൽ പോലും ഈ പറയുന്ന തൗഹീദിന് വിരുദ്ധമായ ചെയ്തികൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുകയും സാമിരിയെയും സാമിരി ഭാഗം പിൻപറ്റിയ ആളുകളെയും വധശിക്ഷയ്ക്ക് വിധിക്കരുത്തരിക്കലും പഠിക്കണം. അപ്പോൾ ഈ പറയുന്ന തൗഹീദിനെ മർമ്മം വിട്ടുകളയുന്ന ആൾ ദൈവങ്ങളുടെ പിറകെ സഞ്ചരിക്കുന്ന വിഗ്രഹപ്രതിഷ്ഠ പിറകെ പോകുന്ന ഒരാളെയും ഇസ്ലാം കൈവെക്കാതെ വിട്ടിട്ടില്ല. അത്തരം ഒരു സംവിധാനത്തിൽ നിന്നും പഠിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹറമിന്റെ പാഠം ശരിയായിട്ട് പഠിക്കുക. നമ്മുടെ വിശ്വാസം ശരിയാകും, നമ്മുടെ കർമ്മങ്ങൾ സ്വീകാര്യമാകും.
അള്ളാഹുവിന്റെ ഉദവിയാൽ സ്വർഗ്ഗത്തിൽ ഇതുപോലെ ഒത്തുകൂടാൻ കഴിയും. അള്ളാഹു നമുക്ക് അതിന് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم وادعوه إنه هو البر الكريم. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ കാറ്റ് ജീവിതത്തിൽ ഉണർത്തുകയാണ്. മുഹറമിന്റെ നോമ്പിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒരുപാട് ക്ലാസ്സുകൾ നിന്ന് കേട്ടതാണ്. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ ഓർത്തു കിട്ടുന്ന സവിശേഷമായ നോമ്പാണ്. വിമോചനത്തിന്റെ പാഠങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ പാപത്തിന് മുക്തരായി പാപരഹിതരായി നാഥനെ കണ്ടുമുട്ടാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവും. നമ്മളിത് മരിച്ചുപോയവർക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാവും. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്ന സഹോദരൻ അബ്ദുസ്സമദ് മരിവി അള്ളാഹുവിന്റെ കാര്യത്തിലേക്ക് യാത്രയായ വിവരം നമുക്കറിയാം. പലരും ജനാസയിൽ പങ്കെടുത്തവരാണ്. അള്ളാഹു നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ നമ്മയും അങ്ങനെ മരിച്ചുപോയാൽ സ്വർഗ്ഗത്തിൽ മാറാവട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് എഴുതാൻ നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك.